أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടല്ലവൻ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ചെറുതും വലുതുമായ പാകപ്പിഴവുകൾ എല്ലാം അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. രോഗികൾക്കെല്ലാം കാമിലായ ശിഫാവും ശമനവും അല്ലാഹു നൽകട്ടെ. നമ്മൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധരായ ഹജ്ജാജിമാർ ദിവസങ്ങളോളം നടത്തിയ അധ്വാനവും വളരെ ആത്മാർത്ഥതയോട് നിർവഹിച്ച തൗബയും ഇസ്തിഗ്ഫാറും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയും ഒരുപാട് പാരിതോഷികങ്ങളും സമ്മാനങ്ങളുമായി അവർ സന്തോഷത്തോടെ നാട്ടിലണയുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഴുവൻ ആളുകൾക്കും സുരക്ഷിതരായി നാട്ടിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ രീതിയിൽ രഹസ്യ പരസ്യങ്ങളിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മുർ റഹീമീനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകട്ടെ. നമ്മുടെ തൗബ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അങ്ങനെ സുരക്ഷിതരായി നാട്ടിലെത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ ആളുകളെയും നേരിൽ ചെന്നുകണ്ട് ഖബിലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖ്ലഫ നഫഖതക, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ, പാപങ്ങളെല്ലാം നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ, നിങ്ങൾ ചിലവഴിച്ച സമ്പാദ്യങ്ങൾക്കെല്ലാം പകരം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള ധനം പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ അവരുടെ അരികിൽ ചെന്ന് നിങ്ങൾ അവരെ നല്ലതുപോലെ വരവേൽപ്പ് നടത്തണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ചെല്ലുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കാരക്കയും സംസം വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. ലോകത്തുള്ള മൊത്തം ജനതകൾ അവർ കൊണ്ടുവരുന്ന സംസമിന്റെ ഒരിറ്റ് കുടിച്ച് ആമാശയത്തിൽ അതെത്തുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ഒരാത്മനിർവൃതിയുണ്ട്. സംസം വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധമായ ദീനിൽ വളരെ സ്ഥാനം നിർണയിക്കപ്പെട്ടിട്ടുള്ള, അത് കുടിക്കുന്നത്, അത് ശരീരത്തിൽ പുരട്ടുന്നത് എല്ലാം പുണ്യകരവും പവിത്രവുമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസം വെള്ളം ചുമന്നു കൊണ്ടുവരാറുണ്ടായിരുന്നു മദീനയിലേക്ക് മക്കയിൽ നിന്ന് എന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മക്കയിൽ നിന്ന് വരുമ്പോഴെല്ലാം സംസം കൂടെ കരുതാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടെയുള്ള സ്വഹാബികൾക്കൊക്കെ സംസം വിതരണം നടത്തും. മക്കയിൽ നിന്ന് വരുന്നവരിൽ നിന്ന് ഹദിയ സ്വീകരിക്കും. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? വഅഫ്ദലുൽ മിയാഹി മാഉൻ ഖദ് നബഅ ബൈന അസാബിഇൻ നബിയിൽ മുത്തബഅ, ലോകത്തെ ഏറ്റവും നല്ല ജലം ഹബീബായ നബി തങ്ങളുടെ കരങ്ങളിലൂടെ ഊർന്നിറങ്ങിയ മുഅ്ജിസത്തിന്റെ പരിശുദ്ധമായ ജലമാണ്. അത് നമ്മൾക്ക് ആർക്കും കാണാനോ അനുഭവിക്കാനോ കുടിക്കാനോ പാനം ചെയ്യാനോ സൗഭാഗ്യമില്ല. അല്ലാഹു സ്വർഗത്തിൽ നിന്നത് നേടാനും കഴിക്കാനും കുടിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എന്നാൽ രണ്ടാമത്തെ ജലം മഹാന്മാർ രേഖപ്പെടുത്തുന്നു. വയലീഹി മാഉ സംസമിൻ ഫൽ കൗസറു ഫനീലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുരി. രണ്ടാമത്തെ ജലം സംസം വെള്ളമാണ്. സ്വർഗത്തിന്റെ ഹൗദുൽ കൗസറിന്റെ നല്ല മധുരമുള്ള തൂവെള്ള നിറമുള്ള പരിശുദ്ധമായ ആ ഹൗദുൽ കൗസറിന്റെ ജലം പോലും സംസമിന്റെ പിറകിലാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. അതുകൊണ്ട്
സംസമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് നിലകൊള്ളുന്നത് കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദ് നിൽക്കുന്ന സ്ഥാനത്തു നിന്ന് ഒരേകദേശം കിഴക്കുഭാഗത്ത് 20 മീറ്റർ അപ്പുറത്താണ്. അതിന്റെ മുകളിൽ നേരത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മതാഫിന്റെ താഴെയാണ്, ആർക്കും കാണാൻ സാധ്യമല്ല. ഏകദേശം 10,000 ഘനലിറ്റർ വെള്ളം ഓരോ ദിവസവും പമ്പ് ചെയ്യപ്പെടുന്നു. 5000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് പരിശുദ്ധമായ സംസം ജലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് പറയുന്നു, മാഉ സംസം ലിമാ ശുരിബ ലഹു. നിയ്യത്ത് എന്തു കരുതിയാണോ സംസം കടിച്ചത്, ആ ലക്ഷ്യം അല്ലാഹു പൂർത്തീകരിക്കുന്നതാണ് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം കഴിക്കേണ്ടത്. ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട പത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹായെയും മകൻ ഇസ്മായിൽ നബിയെയും മക്കയിൽ കൊണ്ടുവന്നാക്കി പോകുമ്പോൾ കുറച്ച് ഈത്തപ്പഴവും ബാഗിൽ ഒരിത്തിരി വെള്ളവും മാത്രമാണ് ഹാജറ ബീവിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ജലം തീർന്നു, കുഞ്ഞ് ദാഹിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫാ മർവയുടെ ഇടയിൽ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഓടുന്നത്. ഒരു അശരീരി കേൾക്കുന്നു, ഇൻകാന ഇൻദകി ദിവാസ്, നിന്റെ അടുത്ത് സഹായിക്കാൻ വല്ല മാധ്യമങ്ങളുമുണ്ടോ എന്ന്. അപ്പോഴാണ് സംസം ഉറവ് പൊട്ടിയ സ്ഥാനത്തൊരു മലക്ക് നിൽക്കുന്നത് കണ്ടത്. മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഫനഹത ബിഅഖബിഹി, തന്റെ മടമ്പ് കൊണ്ട് കുടിച്ചു എന്നോ അതല്ലെങ്കിൽ മലക്ക് തന്റെ ചിറക് കൊണ്ട് കുടിച്ചു എന്നോ ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. ജലം അവിടെ രൂപപ്പെട്ടു. ശക്തമായ അളവിൽ പുറത്തേക്ക് നിർഗളിക്കുന്ന രൂപത്തിലായിരുന്നു ജലം. അപ്പോഴാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ സംസം എന്ന് പറഞ്ഞത്. അഥവാ ഇജ്തമിഅ യാ മുബാറക്, പരിശുദ്ധമായ ജലമേ, നിങ്ങൾ പരിശുദ്ധമായ ജലമേ ഒത്തുകൂടൂ എന്ന് ആ പരിശുദ്ധ ജലത്തോട് അഭിസംബോധന ചെയ്തത്. അപ്പോഴാണ് അതിന് നാമമായി സംസം എന്ന് വന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതല്ല, സമാസം എന്നാണ് പേര് എന്നും ചരിത്രത്തിൽ കാണാം. അഥവാ വെള്ളം ശക്തമായി ഉറവ് പൊട്ടാൻ തുടങ്ങിയപ്പോൾ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഒരൽപ്പം മണ്ണെടുത്തു. ശക്തമായ രീതിയിൽ പുറത്തേക്ക് നിർഗളിക്കുന്ന ജലത്തെ തടുത്തു നിർത്താൻ ഒരുപാട് മണ്ണ് കൊണ്ടുവന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഫമനഅ, തടുത്തു നിർത്തി എന്നാണ്. അങ്ങനെയാണ് സംസം എന്ന് പേര് വന്നത് എന്നും ചരിത്രം. ഹബീബായ നബി തങ്ങൾ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, നിങ്ങളുടെ ഉമ്മയായ നമ്മുടെ ഉമ്മയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ അന്നെങ്ങാനും ആ വെള്ളത്തെ മണ്ണ് കൊണ്ട് തടുത്തു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ആവശ്യമായ അളവിൽ വെള്ളം പുറത്തേക്ക് വന്നപ്പോൾ കോരിയെടുത്തില്ലായിരുന്നുവെങ്കിൽ വലിയ ഒരു നദി തന്നെ രൂപപ്പെടുമായിരുന്നു. മക്കയുടെ മലഞ്ചെരിവുകൾ പോലും അത് വെള്ളത്താൽ നിറക്കുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സംസം കുടിക്കൽ വളരെ പവിത്രമായ പുണ്യകരമായ കർമ്മമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ഇരുന്നാണ് കുടിക്കേണ്ടത്, ഖിബലക്ക് തിരിഞ്ഞാണ് കുടിക്കേണ്ടത്, ബിസ്മി ചൊല്ലിയാണ് കഴിക്കേണ്ടത്. ഓരോ മുറുക്ക് കുടിക്കുമ്പോഴും മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം എന്തിനു വേണ്ടിയാണോ നിങ്ങൾ നിയ്യത്ത് ചെയ്ത് കുടിക്കുന്നത് അത് അല്ലാഹു പൂർത്തീകരിച്ചു തരും എന്ന ഹദീസ് മനസ്സിൽ കരുതി, എന്ത് നിയ്യത്താണോ നിങ്ങൾക്കുള്ളത് അതും നിങ്ങൾ മനസ്സിൽ കരുതിയാണ് പരിശുദ്ധമായ ആ ജലം ഓരോ മുറുക്കും കുടിക്കേണ്ടത്. ഓരോ മുറുക്കും കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് റബ്ബിന് ഹംദ് പറയണം. എന്നിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവോട് ദുആ ഇറക്കണം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മര്യാദകൾ ഉള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവേ, നിങ്ങൾക്ക് എല്ലാ അമലുകളെയും വേണ്ട രൂപത്തിൽ കൃത്യതയോടെ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.
വരുന്ന ഹജ്ജാജിമാര് നല്ല രൂപത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി അവർക്ക് വേണ്ടിയുള്ള സന്തോഷ അഭിവാദനങ്ങൾ അവർക്ക് വേണ്ടി അർപ്പിക്കുക, ദുആ കൊണ്ടവരോട് വസിയ്യത്ത് ചെയ്യുക. ഇതൊക്കെ അവരോട് നടത്തേണ്ട സ്വീകരണ മര്യാദകളിൽ പ്രധാനമാണ് എന്ന് മഹാന്മാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. സുഹറ ചുവരക്കോട് എന്ന സഹോദരി രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. ഒരു സഹോദരൻ ദുആ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുടെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. മുറാദുകളെല്ലാം സഫലീകരിക്കണേ റബ്ബേ. ഖൈറായ നല്ല ജോലികൾ നീ അടുപ്പിക്കണേ അല്ലാഹ്. രോഗികൾക്ക് ശമനവും ശിഫാവും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും നീ പൊറുക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ചേർക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 4 കുടുംബങ്ങൾക്ക് വേണ്ടി വീട് വെക്കാനുള്ളതാണ് ഇന്നത്തെ പിരിവ്. നല്ല രൂപത്തിൽ സഹായിക്കുക. ഇൻഷാ അല്ലാഹ് 2 വാക്ക് നിങ്ങളോട് നമ്മുടെ ഇമാം ഉസ്താദ് സംസാരിക്കും. ഇമാം ഉസ്താദ് ഒരുപാട് കാലമായി നമ്മുടെ കൂടെ പള്ളിയിൽ ഇമാമായി സേവനം അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മോട് ഇന്ന് യാത്ര ചോദിക്കുകയാണ്. നല്ല ജോലിയിലേക്ക് ഉസ്താദ് അവർ മാറുകയാണ്. ഇൻഷാ അല്ലാഹ് 2 വാക്ക് ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. معاشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال: قال رسول الله صلى الله عليه وسلم: إذا قلت لصاحبك أنصت والإمام يخطب يوم الجمعة فقد لغوت فاسمعوا وأنصتوا رحمكم الله. استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح.
أكبر الله أكبر لا إله إلا الله. الحمد لله يلتحق إلى المبتهلين جوابه ويمتزج في دماء المكلفين خطابه، وأشهد أن لا إله إلا الله وحده لا شريك له اتسعت لذكره مساجده ورحابه، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله تغمض العيون إذا رفع حجابه، ويكتسى أولا يوم الحشر زيه وثيابه. صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأعوانه أذعرهم وأفزعهم عذابه وعقابه، صلاة وسلاما دائمين متلازمين إلى يوم يتعزز فيه استخباره وحسابه. أما بعد، فيا أيها العقلاء، أوصيكم وإياي أولا بتقوى الله العزيز الغفار. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. إخواني الكرام، هذا الحين إن الحجاج يقفلون بعد إتمام مناسك حجهم إلى بلادهم وأوطانهم، فعلينا أن نستقبلهم باستقبال حار ونحييهم بتحية مباركة بإعداد ألوان الطعام وغيرهم بكلمة طيبة كقولنا قبل الله حجك وغفر ذنبك وأخلف نفقتك. ومع ذلك إنهم نرجو منهم بركة من سفرهم ماء زمزم الذي أبقاه الله عز وجل معجزة من الأنبياء والمرسلين. تقول عائشة رضي الله عنها: كانت تحمل ماء زمزم حتى إنها كانت تخبر إن النبي صلى الله عليه وسلم كان يحمله. يقول المناوي: أي كان النبي صلى الله عليه وسلم يحمل ماء زمزم من مكة إلى المدينة ويهدي لأصحابه، وكان يستهديه من أهل مكة، حتى يقول الفقهاء يسن فعل ذلك كما فعل رسول الله صلى الله عليه وسلم. إن سيدنا إبراهيم عليه الصلاة والسلام ودع زوجته وابنه حينما كان في مكة. إنه دعا الله عز وجل: ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم، ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. كانت هاجر رضي الله عنه وابنه إسماعيل عليه الصلاة والسلام كانا يأكلان من بعض التمر والمياه التي أودعهما إبراهيم عليه الصلاة والسلام في يد هاجر رضي الله عنها. بعدما انتهت هذه الأطعمة جعلت هاجر رضي الله عنها تسعى بين الصفا والمروة، حتى إن الله أرسل ملكا وسألت لأم إسماعيل هاجر رضي الله عنها: أكان عندك غواث؟ فإذا هي بملك في موضع زمزم
يقول النبي صلى الله عليه وسلم: يرحم الله أم إسماعيل. إذا كانت لو لم تغرف من هذا الماء إلى السقاء لملأت هذه المياه أودية مكة كلها. هكذا قال النبي صلى الله عليه وسلم، يرويه ابن عباس رضي الله عنه. لذلك أيها الأحبة، إن شرب ماء زمزم سنة لنا في شريعتنا. يقول العلماء: أولا علينا أن نبدأ ببسم الله سبحانه، وأيضا وأن ندرس بركة له، وأن ندعو الله عز وجل من إراداتنا ومقاصدنا ماء زمزم لما شرب له. وهكذا من الآداب علينا أن نكملها وأن نستخدمها لنكون فائزين عند الله رب العالمين يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. جعلنا الله وإياكم من عباده الصالحين. كلام العزيز الغفار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله العلي الجليل. صلى الله على سيدنا محمد معين دواء العليل وعلى آله وأصحابه وأعوانه أكرموا بالقناعة بالقليل. صلاة وسلاما دائمين متلازمين إلى يوم يحشر فيه المؤمنون إلى الظل الظليل. أما بعد، فيا من يرجو غدا الماء الزليل أوصيكم وإياي أولا بتقوى الله خالق الحلقوم والإحليل، واتقوه حق التقوى فإنه مجري العذب الصافي في السليل ومنبت الكلأ والأعشاب في الشليل، فإنه يلقي مكائد الشيطان وأصحابه في تضليل ثم يلقيهم إلى مأوى هذا الخاسر الذليل. صلوا وسلموا على سيدنا محمد صلى الله عليه وسلم كما أمر بذلك ربنا عز وجل. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على رسولك سيدنا محمد أول من يزين غدا بالإكليل، وعلى آله وأصحابه وأعوانه وأتباعه قد رجوا من الله في الجنان الترطيب والتبليل. اللهم ارض عن الخلفاء الراشدين المهديين، عن أولهم إمامنا أبي بكر الصديق، وعن ثانيهم إمامنا عمر بن الخطاب، وعن ثالثهم إمامنا عثمان بن عفان، وعن رابعهم إمامنا علي بن أبي طالب، وعن حمزة والعباس، وعن سائر أمهات المؤمنين،
وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا وأساتذنا من النار. اللهم أعتقنا وإياهم من الديون والمظالم والنار، وادخلنا وإياهم الجنة مع الأبرار برحمتك يا أرحم الراحمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون، ولذكر الله أكبر والله يعلم ما تصنعون. الله أكبر الله أكبر، أشهد أن لا إله إلا الله. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما. قل ما عند الله خير من اللهو ومن التجارة، والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله
بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله أكبر. سمع الله لمن حمده. الله السلام عليكم ورحمة الله. السلام عليكم ورحمة الله.